നമ്മളെങ്ങനെയാണ് സ്വയം മെച്ചപ്പെടാൻ നിർബന്ധിക്കുക? നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകണം, നന്നാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അതങ്ങോട്ട് നടക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയെ എങ്ങനെ മറികടക്കാം? അതിനുള്ള ചില വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും എത്രയോ തവണ നമ്മളത് ചെയ്യാതെ മാറ്റിവെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മിക്ക ആളുകളുടെയും പ്രശ്നം കഴിവിന്റെ കുറവൊന്നുമല്ല, മറിച്ച് ആ നിമിഷത്തെ ഒരു സുഖത്തിനുവേണ്ടി, ഒരു സൗകര്യത്തിനുവേണ്ടി എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കുന്നതാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ദുർബലമായ ഞാനുണ്ട്, ഒരു വീക്കർ സെൽഫ്. അതാണ് ശരിക്കുള്ള വില്ലൻ. നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ സംരക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന, പക്ഷേ നിങ്ങളുടെ പുരോഗതിയെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്ന ഒരു ശബ്ദം. നാളെ ചെയ്യാം, ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ ആ ശബ്ദമില്ലേ, അത് തന്നെയാണ് നമ്മുടെ യഥാർത്ഥ ശത്രു. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ ജീവിതത്തിന് നമുക്ക് എന്ത് തോന്നുന്നു എന്നത് ഒരു വിഷയമേ അല്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിനെ മാത്രമേ പ്രതിഫലിപ്പിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫീലിംഗ്സിനല്ല, നമ്മുടെ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം. അപ്പോ ആദ്യത്തെ പടി ഇതാണ്: അസുഖകരമായ സത്യത്തെ നേർക്കുനേർ കാണുക. ഏതൊരു മാറ്റവും തുടങ്ങുന്നത് ഈ ഒരു കഠിനമായ സത്യസന്ധതയിൽ നിന്നാണ്. മെച്ചപ്പെടാനുള്ള യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ തീരുമാനത്തിലാണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ടില്ലെന്ന് നടിച്ചൊഴിവാക്കി നടന്ന കാര്യങ്ങളെ അഭിമുഖീകരിക്കുക. ഓർക്കുക, ഒരു പ്രശ്നത്തെ നേരിടാനുള്ള ബുദ്ധിമുട്ടിനേക്കാൾ എത്രയോ ഭാരമേറിയതാണത് കാണാത്ത പോലെ നടക്കുമ്പോഴുള്ള ആ ഒരു മാനസിക ഭാരം. സത്യസന്ധതയിലേക്കുള്ള വഴി വളരെ ലളിതമാണ്. 1. എഴുന്നേറ്റ് നിൽക്കുക. 2. കണ്ണാടിയിൽ നോക്കുക. 3. ഒരു കള്ളവും പറയാതെ നിങ്ങളോട് തന്നെ സത്യം പറയുക. നിങ്ങൾ എവിടെയാണ് പിന്നോട്ടു പോയതെന്ന്, എവിടെയാണ് ഉഴപ്പിയതെന്ന് സ്വയം സമ്മതിക്കുക. അവിടെയാണ് തുടക്കം. പ്രവൃത്തി ആദ്യം, വികാരം പിന്നീട്. ഇതൊരു മന്ത്രം പോലെ മനസ്സിൽ വയ്ക്കുക. കഠിനമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്, അല്ലാതെ അതിനെക്കുറിച്ച് വെറുതെ ചിന്തിച്ചിരിക്കുമ്പോഴല്ല. മോട്ടിവേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. പ്രവർത്തിക്കുക. ആ പ്രവൃത്തിയിൽ നിന്ന് ശക്തി താനെ വന്നോളും. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കുക. കാരണം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരിടത്തിരുന്നുകൊണ്ട് നമുക്ക് ചിന്തകളെ പോസിറ്റീവാക്കാനോ ഒരു ഫോക്കസ് ഉണ്ടാക്കാനോ സാധിക്കില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ബഹളത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശക്തവും ശ്രദ്ധയുമുള്ള ഒരു മനസ്സുണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങളുടെ പുറമെയുള്ള ഈ അലങ്കോലങ്ങൾ നിങ്ങളുടെ ഉള്ളിലും അനാവശ്യമായ ചിന്തകൾക്കും ശ്രദ്ധയില്ലായ്മയ്ക്കും കാരണമാകും. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ പുറമേയുള്ള ലോകം നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അലങ്കോലപ്പെട്ട മുറിയും ഫോണിൽ നിർത്താതെയുള്ള സ്ക്രോളിങ്ങും ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ ചിന്താക്കുഴപ്പത്തിനും ഫോക്കസ് ഇല്ലായ്മയ്ക്കും നേരിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാട് വെറുമൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് ഒന്നുകിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കും, ചിട്ടയും വ്യക്തതയുമൊക്കെ തന്ന്, അല്ലെങ്കിൽ അത് നിങ്ങളെ പിന്നോട്ട് വലിക്കും, അലങ്കോലവും ബഹളവും ഡിസ്ട്രാക്ഷൻസുമൊക്കെ ഉണ്ടാക്കി. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇനി മൂന്നാമത്തെ തത്വം, ഓരോ നിമിഷത്തെയും കീഴടക്കുക. ഇത് നിങ്ങളുടെ ഫീലിംഗ്സിനെതിരെയുള്ളൊരു ദിവസേനയുള്ള യുദ്ധം ജയിക്കുന്നത് പോലെയാണ്. മടി തോന്നുമ്പോൾ, താൽപ്പര്യമില്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. ഈ ഒരൊറ്റ വാചകം മനസ്സിലുറപ്പിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. ആത്മാഭിമാനവും ഒരു നല്ല സ്വഭാവവും കെട്ടിപ്പടുത്തുന്നത് ഇതിലൂടെയാണ്. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ച എവിടെയാണ് സംഭവിക്കുന്നത്? നല്ല മോട്ടിവേഷൻ ഉള്ളപ്പോൾ പ്രവർത്തിക്കുന്നതിലല്ല, മറിച്ച് ഒട്ടും താൽപ്പര്യമില്ലാത്തപ്പോഴും മടി തോന്നുമ്പോഴും എഴുന്നേറ്റുപോയൊരു കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ വളർച്ചയുണ്ടാകുന്നത്. ആ ഒരു ചെറുത്തുനിൽപ്പിനെ മറികടക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. അപ്പം നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തേത് മൂഡ് ബേസ്ഡ് സിസ്റ്റം, അതായത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. രണ്ടാമത്തേത് കമ്മിറ്റ്മെന്റ് ബേസ്ഡ് സിസ്റ്റം, അതായത് ഞാനത് ചെയ്യുമെന്ന് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യും. വിജയിക്കുന്നവരുടെ തിരഞ്ഞെടുത്ത് എപ്പോഴും ആ രണ്ടാമത്തേതായിരിക്കും. ഓരോ നിമിഷവും കീഴടക്കാൻ ഈ 3 ചെറിയ കാര്യങ്ങൾ നമുക്ക് ദിവസവും ശീലിക്കാം. തീരെ എനർജി ഇല്ലെന്ന് തോന്നുമ്പോഴും ശരീരം ഒന്ന് അനക്കുക. തളരുമ്പോൾ പോലും ശരിയായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിനു പകരം ഉപകാരപ്രദമായ ഒരൊറ്റ കാര്യമെങ്കിലും ചെയ്യുക. ഇതുപോലെയുള്ള ചെറിയ പ്രവൃത്തികൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം അവസാനം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സത്യമുണ്ട്: പ്രവൃത്തി മാത്രമാണ് സത്യം. നിങ്ങളുടെ നല്ല ഉദ്ദേശ്യങ്ങൾക്ക് നിങ്ങളത് ചെയ്തതിന് തെളിവുകളില്ലെങ്കിൽ ഒരർത്ഥവുമില്ല. ഇവയിൽ ഏതാണ് സത്യം പറയുന്നത്? നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളാണോ അതോ നിങ്ങളുടെ പ്രവൃത്തികളാണോ? നിങ്ങൾ നാളെ മുതൽ ജിമ്മിൽ പോകും എന്ന് പറഞ്ഞതിലല്ല കാര്യം, ജിമ്മിലെ അറ്റൻഡൻസ് റെക്കോർഡ് എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം: നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ വാക്കിന്റെ വിലയും നിങ്ങളുടെ പുരോഗതിയും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അച്ചടക്കം, അതാണ് നല്ലൊരു ജീവിതം വേണമെന്ന് വെറുതെ ആഗ്രഹിക്കുന്നവരെയും അത് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്നവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരേയൊരു കാര്യം. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്നറിയോ? അത് നിങ്ങളുമായി നിരന്തരം വിലപേശിക്കൊണ്ടിരിക്കും. ആ ഉള്ളിലെ ശബ്ദം നിങ്ങളത് കേൾക്കുന്നുണ്ടോ? ആ വിലപേശലിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുകയാണോ? അതോ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുകയാണോ?